നമുക്ക് കാർഷിക വാർത്തകളിലേക്ക് പോകാം. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപാദനം ഉയർന്നു. കണക്കുകൾ പുറത്തുവിട്ട കൃഷി വകുപ്പ്. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം കൂടിയതായാണ് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഒട്ടുമിക്കതിനും വില കുറഞ്ഞതായും വിലയിരുത്തലുണ്ട്. 2016 മുതൽ ഉൽപാദനം കൂടുന്നുവെന്നാണ് കൃഷി വകുപ്പിന്റെ കണക്ക്. 2016-17 7.25 ലക്ഷം ടണ്ണായിരുന്നു ഉൽപാദനമെങ്കിൽ 2024 ഇത് 17.21 ലക്ഷം ടണ്ണായി. കൃഷിച്ചെലവ് കൂടിയതിനാൽ ഈ നേട്ടം വിലയിൽ പ്രതിഫലിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കുന്നതാണ് ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായും കണക്കാക്കുന്നത്. കൃഷിഭൂമി ചുരുങ്ങുമ്പോഴും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും മികച്ച വളങ്ങളും ഉൽപാദനം മികച്ചതാക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഒരു വർഷം ശരാശരി 20 ലക്ഷം ടൺ പച്ചക്കറി വേണമെന്നാണ് നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം കണക്കാക്കിയിരിക്കുന്നത്. പച്ചക്കറി വിപണി പൂർണ്ണമായും കൃഷിവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വില വർദ്ധിച്ചാൽ ഇടപെടാനും കൂടുതൽ പച്ചക്കറി എത്തിക്കാനും കൃഷിവകുപ്പിന് കഴിയും. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിച്ചതുമൂലമാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ഉരുളക്കിഴങ്ങ് വിപണിയിൽ ഇന്ത്യയും ചൈനയും മുന്നിൽ. ശീതീകരിച്ച ഉരുളക്കിഴങ്ങ് ഉൽപ്പന്നങ്ങളാണ് ഇരു രാജ്യങ്ങളും കയറ്റുമതി ചെയ്യുന്നത്. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം കൂടിയതായാണ് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഒട്ടുമിക്കതിനും വില കുറഞ്ഞതായും വിലയിരുത്തലുണ്ട്. 2016 മുതൽ ഉൽപാദനം കൂടുന്നുവെന്നാണ് കൃഷി വകുപ്പിന്റെ കണക്ക്. 2016-17 7.25 ലക്ഷം ടണ്ണായിരുന്നു ഉൽപാദനമെങ്കിൽ 2024 ഇത് 17.21 ലക്ഷം ടണ്ണായി. കൃഷിച്ചെലവ് കൂടിയതിനാൽ ഈ നേട്ടം വിലയിൽ പ്രതിഫലിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കുന്നതാണ് ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായും കണക്കാക്കുന്നത്. കൃഷിഭൂമി ചുരുങ്ങുമ്പോഴും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും മികച്ച വളങ്ങളും ഉൽപാദനം മികച്ചതാക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഒരു വർഷം ശരാശരി 20 ലക്ഷം ടൺ പച്ചക്കറി വേണമെന്നാണ് നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം കണക്കാക്കിയിരിക്കുന്നത്. പച്ചക്കറി വിപണി പൂർണ്ണമായും കൃഷിവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വില വർദ്ധിച്ചാൽ ഇടപെടാനും കൂടുതൽ പച്ചക്കറി എത്തിക്കാനും കൃഷിവകുപ്പിന് കഴിയും. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിച്ചതുമൂലമാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ചെറുപയർ വിപണി പ്രതിസന്ധിയിലാകും. ഓഗസ്റ്റിൽ ലഭിച്ച അധിക മഴ ഖാരിഫ് വിളകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കർണാടകയിലും മഹാരാഷ്ട്രയിലും പെയ്ത തുടർച്ചയായ മഴ ചെറുപയർ വിളവെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. മഴ നീണ്ടുനിന്നാൽ രാജസ്ഥാനിലെ വിളയെയും ബാധിച്ചേക്കാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുപയർ ഉൽപാദനം നടത്തുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. സെപ്റ്റംബർ അവസാനത്തോടെ വിളവെടുപ്പ് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിക്കും. ഈ വർഷം കർണാടകയിൽ ചെറുപയർ കൃഷിക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഗുണനിലവാരത്തെയും ബാധിച്ചിട്ടുണ്ട്. ആഗസ്റ്റിൽ തുടർച്ചയായി പെയ്ത അമിത മഴ കാരണം വിളവെടുപ്പിന് തയ്യാറായിരുന്ന മിക്ക വിളകളും നശിച്ചു. മഴ കാരണം പല കർഷകർക്കും വിളവെടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയം രാജസ്ഥാനിൽ ഓഗസ്റ്റ് ആദ്യം കിട്ടിയ മഴ കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതായിരുന്നു. വിളകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്തു. പക്ഷേ അധിക മഴ കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുകയായിരുന്നു. പല സംസ്ഥാനങ്ങളിലും ചെറുപയറിന്റെ കൃഷി ഭൂമിയിലെ വിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട്. 2024 ഖാരിഫ് സീസണിൽ ചെറുപയർ ഉൽപാദനം 17.47 ലക്ഷം ടൺ ആയിരുന്നു. 2024-25 മൊത്തം ഉൽപാദനം 38.19 ലക്ഷം ടണ്ണാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ തോട്ടങ്ങളിൽ ഇലകൊഴിച്ചിൽ വ്യാപകം. കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. വിലത്തകർച്ചയും വിദഗ്ധ ടാപ്പിംഗ് തൊഴിലാളികളെ കിട്ടാത്തതും കാരണം പ്രതിസന്ധിയിലായ റബ്ബർ കർഷകർക്ക് കനത്ത പ്രഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയാണ് റബ്ബറിന്റെ ഇലപൊഴിച്ചിന് ആക്കം കൂട്ടിയത്. കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി രൂക്ഷമായിരിക്കുന്നത്. തൊഴിലാളി ക്ഷാമം മൂലം ടാപ്പിംഗ് മുടങ്ങിക്കിടക്കുന്നതിന്റെ നഷ്ടത്തിനൊപ്പമാണ് കർഷകരെ ദുരിതത്തിലാക്കി ഇലകൊഴിച്ചിലും. സാധാരണ ജനുവരി-ഫെബ്രുവരി മാസങ്ങളിലാണ് സ്വാഭാവിക ഇലപൊഴിയൽ. അതിനാൽ മരങ്ങൾക്ക് വിശ്രമം അനുവദിച്ച് ടാപ്പിംഗ് നിർത്തിവെക്കാറാണ് പതിവ്. വൈകാതെ ഇല വീണ്ടും തളിർക്കുകയും ടാപ്പിംഗ് പുനരാരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞ കമ്പുകൾ മാത്രമായ അവസ്ഥയിലാണ് മരങ്ങൾ. കനത്ത മഴ തുടർച്ചയായി പെയ്തു തുടങ്ങിയതോടെയാണ് ഇത് വ്യാപകമായത്. ഇനി പുതിയ ഇലകൾ തളിർത്ത് മൂപ്പെത്തിയാൽ മാത്രമേ റബ്ബർ ഉൽപാദനം വർദ്ധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.